ക്രിമിനൽ കോടതിയലക്ഷ്യ കേസിൽ മന്ത്രി കെ.സി. ജോസഫ് ഹൈക്കോടതിയിൽ നിരുപാധികം മാപ്പ് അപേക്ഷിച്ചു. തെറ്റ് ബോധ്യപ്പെട്ടപ്പോൾ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചെന്നും കോടതിയെ അപമാനിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നും കെ.സി. ജോസഫ് വ്യക്തമാക്കി. നേരിട്ട് ഹാജരാകുന്നതിൽ നിന്ന് ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ട് മന്ത്രി ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരായ ഹൈക്കോടതി നിരീക്ഷണത്തെ വിമർശിച്ച് മന്ത്രി കെ.സി. ജോസഫിന്റെ ഫേസ്ബുക്ക് പരാമർശം നേരത്തെ വിവാദമായിരുന്നു. ചായത്തൊട്ടിയിൽ വീണ് രാജാവായ കുറുക്കൻ ഓരിയിട്ടാൽ കുറ്റപ്പെടുത്താൻ കഴിയുമോ എന്നായിരുന്നു മന്ത്രി കെ.സി. ജോസഫിന്റെ ചോദ്യം. ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിന്റെ നിരീക്ഷണത്തിനെതിരെയായിരുന്നു മന്ത്രി കെ.സി. ജോസഫിന്റെ ഈ പരാമർശം. മന്ത്രിയുടെ നടപടി ക്രിമിനൽ കോടതിയലക്ഷ്യമാണെന്ന് ഹൈക്കോടതി കണ്ടെത്തി. വി ശിവൻകുട്ടി MLA ആയിരുന്നു മന്ത്രി കെ.സി. ജോസഫിനെതിരെ ക്രിമിനൽ കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. കെ.സി. ജോസഫിനോട് ഇന്ന് നേരിട്ട് ഹാജരാവാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടു. എന്നാൽ നിയമസഭയുള്ളതിനാൽ ഇന്ന് ഹാജരാവാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് കാട്ടി മന്ത്രി കെ.സി. ജോസഫ് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു. കെ.സി. ജോസഫ് കോടതിയിൽ നിരുപാധികം മാപ്പ് അപേക്ഷിക്കുകയും ചെയ്തു. ജഡ്ജിയെ അപകീർത്തിപ്പെടുത്താൻ താൻ ശ്രമിച്ചിട്ടില്ലെന്ന് മന്ത്രി വിശദീകരിച്ചു. തന്റെ ഭാഗത്തുനിന്നുണ്ടായ പിഴവായിരുന്നു പരാമർശം. തെറ്റു ബോധ്യപ്പെട്ടപ്പോൾ അത് പിൻവലിച്ചുവെന്നും മന്ത്രി ഹൈക്കോടതിയെ അറിയിച്ചു. മന്ത്രി കെ.സി. ജോസഫിന്റെ സത്യവാങ്മൂലം പരിഗണിച്ച് തുടർ നടപടികൾ അവസാനിപ്പിക്കണമോ വേണ്ടയോ എന്ന കാര്യം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് ഇനി തീരുമാനിക്കുക. റിപ്പോർട്ടർ, കൊച്ചി.